നമ്മളിപ്പോ പെൺകുട്ടി അത് നമ്മൾ സ്വന്തമായിട്ട് ഒരു രൂപ ഏൺ ചെയ്താൽ അത് ഭയങ്കര നമുക്കൊരു ഭയങ്കര സന്തോഷവും പ്രൗഡായിട്ട് മൂവ്മെന്റ് ആണ്. ഇപ്പൊ ഒരു 3 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ നിന്ന് ഓക്കെ 3 പേര് സ്ത്രീകളുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുള്ളൂ. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ജോലിക്ക് ഇറങ്ങി നമ്മൾ അതിൽ നിന്നൊരു പൈസ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് ലൈഫിൽ ചെയ്തു. ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്യാനുണ്ടാവും. എന്നാൽ ചെയ്തതിൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയൊരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു 7th പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിക്കണം. അതിനുശേഷം എൻ്റെ അമ്മ ഒരുപാട്, ഞാനും ചേച്ചിയും തമ്മിലൊരു 3 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞങ്ങള് വളരെ പഠിപ്പിക്കാൻ എല്ലാത്തിനും അമ്മ ഭയങ്കര സ്ട്രഗിൾ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ഹെൽപ്പ് ചെയ്യാൻ പോലും ഒരാളും ഉണ്ടായിട്ടില്ല. ആ പ്രായം മുതലേ ഞാനും ചേച്ചി, അന്നൊന്നും ഞാൻ സീരിയലിലൊന്നും വന്നിട്ടില്ല, ഞാൻ ട്യൂഷനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ചേച്ചിയും അതെ, ചേച്ചി ടീച്ചറാ. അപ്പം എനിക്ക് അന്ന് മുതലേ ഞാനും ചേച്ചി സ്വന്തം കാര്യങ്ങൾ, ലൈക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, ഡ്രസ്സ് എടുക്കുന്നതാണേലും ചെറിയ 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 അങ്ങനത്തെ കാര്യം, ഇതിപ്പോ സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, സാധാരണ ഫാമിലിക്ക്. അങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പം മുതലേ ഞാൻ സ്വയം ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് സീരിയലിൽ വന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് മേടിക്കണം എന്ന്. അത് ഒരു 20 വയസ്സിലോ എന്തോ ഞാൻ സ്വന്തമായിട്ട് വണ്ടി മേടിച്ചു. 20 വയസ്സിൽ കാറ് മേടിച്ചു. ഇപ്പൊ എന്റെ കല്യാണം ഞാനാ നടത്തി. ഞാൻ എന്റെ അമ്മയുടെ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. സത്യത്തിൽ ഇന്റർവ്യൂ ഞാൻ കട്ട് ചെയ്യുന്ന പറയില്ല, ഞാനാകുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ പറയുന്നത് എന്നെ പുതിയ വേറൊരാളെ കണ്ട പോലെ. എന്ന് വെച്ചാല് ഞാൻ അന്ന് ആ കാറ് മേടിക്കുമ്പോഴത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ EMI മേടിക്കുന്നത്. അപ്പൊ എനിക്കറിയില്ല ഇത് ഇനി നാളെ അടയ്ക്കാൻ പറ്റും. പക്ഷെ എനിക്ക് കാറ് മേടിക്കണം, എനിക്ക് വർക്ക് ചെയ്യണം. ആക്ച്വലി ഞാൻ എല്ലാവരും ഇപ്പൊ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ, ഇപ്പൊ ഞാൻ സീരിയലിൽ അഭിനയിക്കും മെയിൻ ക്യാരക്ടർ, ഇപ്പൊ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്നെ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ ഒരേ സമയം 4 സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം ആ സമയത്ത് ഇപ്പൊ എനിക്കൊരു കാർ എടുത്തു, ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ എടുത്തു. പക്ഷെ എനിക്ക് എന്റെ CC അടയ്ക്കണമെങ്കിൽ എനിക്ക് അത്രയും പൈസ ഏൺ ചെയ്യണം. അപ്പൊ ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യണം. സോ അന്ന് എനിക്ക് 2 വർക്ക് ചെയ്താൽ ഞാൻ ഓക്കെയാണ്. പക്ഷെ എനിക്ക് എൻ്റെ കയ്യിലും പൈസ വേണം, എൻ്റെ ചെലവുകൾക്ക് പൈസ വേണം. ഞാൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യില്ല, അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പൊ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ ചെയ്യണം. അതിനൊപ്പം എനിക്കൊരു വണ്ടി എക്സ്ട്രാ ആകുമ്പോഴത്തേക്ക് എക്സ്ട്രാ പൈസ ഏൺ ചെയ്യണം. അപ്പൊ ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്തു, ഉറങ്ങിയിട്ടില്ല ഞാൻ. ഇപ്പൊ ട്രിവാൻഡ്രത്തൊരു വർക്ക് കഴിഞ്ഞിട്ട് രാത്രി സാധാരണ KSRTC ബസ്സിൽ എത്രയോ ദിവസം, ഇപ്പൊ എറണാകുളത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് ആലപ്പുഴ വരെയൊക്കെ നിന്ന് വന്നിട്ടുണ്ട്. പുലർച്ചെ നിന്നിട്ട് സീറ്റ് കിട്ടാണ്ട് സാധാരണ KSRTC ബസ്സിൽ നിന്ന് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വന്നിറങ്ങി രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ലൊക്കേഷനിൽ വണ്ടി വിടും. ജസ്റ്റ് ബ്രഷ് മാത്രം, കുളിക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, ബ്രഷ് മാത്രം ചെയ്തിട്ട് ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്വന്തമായിട്ട് വണ്ടി ആയില്ലേ, എനിക്ക് വണ്ടി അന്ന് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ആരോടും ഇപ്പോഴാട്ടോ പറയുന്നത്. പക്ഷെ എന്താ പോലും ഇപ്പൊ അപ്സരയ്ക്ക് ഒരു വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വണ്ടിയുണ്ട്. അതുപോലെ ഓരോ കാര്യം, ഇപ്പൊ എന്റെ കല്യാണം ആണെങ്കിൽ പോലും എന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ ഒരു രൂപ പോലും ഞാൻ ഒരു കാര്യത്തിനും ഞാൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ അന്നു മുതൽ ഇന്ന് ഇപ്പൊ എൻ്റെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും എൻ്റെ ഡ്രസ്, എൻ്റെ പേഴ്സണൽ കെയർ, എന്തിനും ഞാൻ ഏൺ ചെയ്തിട്ടുണ്ടാക്കണതാണ്. അപ്പൊ എനിക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു, നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം ചില സമയത്ത് ഇപ്പൊ ഇന്ന് തന്നെ എനിക്ക് ഇന്നലെ തിരൂര് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 10:30 മണിയാണ് അവിടെ കഴിഞ്ഞിട്ട്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ഞാൻ എറണാകുളത്ത് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് 10 മണിക്ക് കോർ കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 10 മണിക്ക് ഇവിടെ വരണം. സോ എനിക്ക് ഉറക്കം കുറച്ചേ കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ വന്നതുകൊണ്ട് എന്താ എനിക്ക് മീഡിയസിൽ നിൽക്കാൻ പറ്റിയില്ല അല്ലെ. അപ്പൊ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയെങ്കിൽ ചിലപ്പോൾ എന്നെ ആരും നോക്കൂല. അപ്പൊ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് നാളെ അതിന് വേണ്ടി എന്തെങ്കിലും. പക്ഷെ ഞാനിപ്പോ ഒത്തിരി പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പല തരത്തിലാണല്ലോ. പക്ഷെ ഒത്തിരി ആളുകള് അതിപ്പം ഞാൻ അപ്സരയെ കണ്ട കാര്യം, ഇപ്പം ഒരു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം അത്രയും ആഗ്രഹിച്ചു പോകുന്നു. പ്രൈസിനപ്പുറം ഇപ്പൊ പല റീസൺ കൊണ്ട് പോകുന്നവരുണ്ട്. ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫെയിം, ഇതുകൊണ്ട് നല്ലൊരു ലൈഫ് ചേഞ്ച് ആവുന്ന ഒത്തിരി ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ലൈഫ് പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് നാളെ ബിഗ് ബോസിൽ പോകുന്ന വെച്ചാൽ ഞാൻ കുറച്ചു നേരം ചിന്തിക്കും. കാരണം ആ തീരുമാനം എടുക്കുന്നത് അത്രയും വലിയൊരു ഡിസിഷനാണ്. ശരിക്കും ബിഗ് ബോസിൽ പോകുന്നത് ഇതിൽ ഏതൊരു റീസൺ കൊണ്ടാണ്? ആക്ച്വലി ഞാൻ പറഞ്ഞു, ഞാനൊരു ആക്ട്രസ് ആണ്. സോ എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ഏതൊരു പ്ലാറ്റ്ഫോമും, ഇപ്പൊ നമുക്ക് പെർഫോം ചെയ്യാനൊരു പ്ലാറ്റ്ഫോം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള. ഞാനൊരു 11 വർഷമായി. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ പിന്നെ കൂടുതലും, പിള്ളേർ മീൻസ് ഇപ്പൊ നമ്മളെപ്പോഴുള്ളവർക്ക് പ്ലാറ്റ്ഫോം കൂടുതലുണ്ട്. പക്ഷെ ഞാനൊക്കെ വന്ന സമയത്ത് അങ്ങനെയല്ല. ഒരു 10 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തു ഇതുവരെ എത്താനായിട്ട്.
അപ്പൊ ഇവിടെ എത്തിപ്പെട്ടു. അത് ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനോട് ആൻസറാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുക, ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷനിൽ വരിക, അതിൽ സക്സസ് ആവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സക്സസ് ഒന്നും പറയില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഒരു 11 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറത്തു പോകുമ്പോഴുള്ള ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കാൻ പറ്റുന്നൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുക. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ട് ഇപ്പം ഞാൻ ഒരു കാര്യം പറ്റും, നമ്മള് ഇപ്പൊ ബിഗ് ബോസ് എന്നൊരു ഷോ എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫിനാൻഷ്യലി, ഇപ്പൊ എനിക്കും തീർച്ചയായിട്ടും ഫിനാൻഷ്യലി എൻ്റെ ഒരു മൈൻഡ് ആയിരുന്നു. പക്ഷെ അതിലുപരി എനിക്ക് ഏറ്റവും ഞാൻ അതിൽ കണ്ടു എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി അവിടെ പോകുമ്പോൾ ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടില്ല. മേ ബി നാളെ ഞാനൊരു മൂവി ചെയ്താലോ ഒരു സീരിയൽ ചെയ്താലോ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ആയിരിക്കും. ഇത് ഞാനായിട്ട് തന്നെ എനിക്ക് അവിടെ ഡാൻസ് ചെയ്യാൻ പറ്റി, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റി, ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റി. സോ എനിക്ക് എന്തൊക്കെ എൻ്റെ ടാലന്റുകളുണ്ട് അതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. എനിക്ക് പെർഫോം ചെയ്യാം, എനിക്ക് സ്വയം എന്നെ ഹാപ്പി ആക്കാൻ പറ്റി. മറ്റൊരു ചിലപ്പോൾ ഞാൻ സംസാരിച്ച രീതിയോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് എന്നെ ഹാപ്പി ആക്കാൻ പറ്റി. ലൈക്ക് നമുക്ക് അങ്ങനെ ഒരു കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ കണ്ടിരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഞാനത് എൻജോയ് ചെയ്യുമ്പോഴല്ലേ നമുക്ക്. ഇപ്പൊ മോള് തന്നെ ഇപ്പൊ ആങ്കർ ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നല്ല സാരി ഉടുത്തിട്ടായിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്? ഇത് മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ നല്ലതെന്ന് പറയണം അല്ലെ? അപ്പൊ അത് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാ. ഇപ്പൊ ഇഷ്ടപ്പെടാതെ നിർബന്ധിച്ചു കൊണ്ടിരുത്തിയപ്പോ ഇങ്ങനെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മള്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പെർഫോം ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്താലും അഭിനയിച്ചാലും അല്ലാണ്ട് ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചാൽ എന്ത് ചെയ്താലും എല്ലാവരും ഇങ്ങനെ നോക്കും, എനിക്ക് സന്തോഷം കിട്ടാൻ. സോ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് തോന്നി, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തോന്നി. പിന്നെ ദൈവം സഹായിച്ച് ഞാനൊരു 77 days എന്ന് തോന്നുന്നു, 78 days നിന്നു. ആ 78 ദിവസവും അങ്ങനെ ഒരു മോശം പേരൊന്നും വരുത്തിക്കാണ്ട് ഇപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോൾ ആൾക്കാർ ആക്ച്വലി ഞാൻ ഒരു വലിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ സീരിയൽ ചെയ്തിട്ട് ബിഗ് ബോസിൽ പോയതാ. അപ്പോഴേ ആൾക്കാരുടെ മനസ്സിൽ ഓൾറെഡി നെഗറ്റീവ് ഉണ്ടായിട്ട് പോയ ഒരാളാണ്. പക്ഷെ എനിക്ക് അതൊരു പോസിറ്റീവായിട്ട് തിരിച്ചു വരാൻ പറ്റി. ആൾക്കാർക്ക് ആ ഒരു കോൺസെപ്റ്റ് മാറി. ഞാൻ യഥാർത്ഥ സ്വഭാവം അതല്ലാന്നൊരു കോൺസെപ്റ്റ് മാറി. അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിനൊക്കെ വേണ്ടി തന്നെയാണ് പോയതും. ഇപ്പൊ ബിഗ് ബോസിലെ സീസൺസ് ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ എല്ലാവരും ഒത്തുകൂടി ഇരിക്കുമ്പോൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നാണ് ഒരു പോസിബിലിറ്റി വരുന്നത്, നമ്മൾ ഒരിക്കലും മിണ്ടില്ല അല്ലെങ്കിൽ പേടിച്ചൊക്കെ നിന്ന ആൾക്കാര് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഐക്യമായിരുന്നു നിങ്ങൾ തമ്മിൽ. ഈ ഒരു ടീം ഉണ്ടല്ലോ, ഇത്രയും ആൾക്കാർ, ഇനി ഇത് കുറേ നാളത്തെ ഒരു പ്ലാനിങ് ആണെങ്കിലും എങ്ങനെയുണ്ട് ഇവിടുത്തെ മാച്ച്? എങ്ങനെയുണ്ട് ഒരു നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ? സത്യം പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയാ, എന്തോ ഒരു വലിയൊരു ഭാരം തലയെ കൊണ്ട് നടന്നിട്ട് ഇറക്കി വെച്ചു. സീരിയസ് ആയിട്ട് ആക്ച്വലി ഞങ്ങള് ഒരു സീസൺ 6 കഴിഞ്ഞതിന് ശേഷം സീസൺ 1 മുതലേ എല്ലാ സീസണും ഓരോ ടീം ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ എല്ലാവരും അവരുടെ തിരക്കുകളായിട്ട് അങ്ങനെ പോകും. ലാസ്റ്റ് ഞങ്ങൾ സീസൺ 6 തുടങ്ങിയപ്പോൾ ആക്ച്വലി ഞങ്ങൾ ആ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അവർക്ക് അറിയുന്ന മറ്റേ സീസൺ 1 സീസൺ 2 അങ്ങനത്തെ ടീമുകളെയൊക്കെ ഇതിലേക്ക് വിളിച്ചിട്ട് സീസൺ 1 ആ ഗ്രൂപ്പിലേക്ക് ഈ ഗ്രൂപ്പുകൾ എല്ലാവരെയും ആഡ് ചെയ്തു. അപ്പൊ അതില് എല്ലാവരും ഞങ്ങൾ പുതിയ ആൾക്കാരെ വന്നിട്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് അതൊരു അസോസിയേഷൻ ആക്കിയാലോ, ഒരു ഗ്രൂപ്പ് ആക്കിയാലോ എന്ന് ആദ്യം വിചാരിച്ചു. ഞങ്ങളൊരു ഗ്രൂപ്പ് മീറ്റപ്പ് വെച്ചു. അന്ന് വന്ന് കണ്ടപ്പോൾ കുറച്ചൊരു ത്രില്ലായി, എല്ലാവരെയും പരിചയപ്പെട്ട ഒരു രസമുണ്ട്. പിന്നെ ഒരു അസോസിയേഷൻ ആക്കി. ഈ അസോസിയേഷൻ ആക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയും, കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ലൈക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ സീസണിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുള്ള ആൾക്കാരാണ്. അപ്പൊ സീസൺ 1 തൊട്ട് സീസൺ 6 വരെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ സംഭവിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി, തിരക്കുള്ള ആൾക്കാർ എല്ലാവരും ഇതിന് ടൈം കണ്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സെറ്റാക്കി ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അതിൽ നമ്മളിതിന് ഈ അസോസിയേഷനിലെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തു. ഇവരുടെ ജോലി എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കുക. മേ ബി ഇപ്പൊ ഞാൻ പറയട്ടെ, ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈക്വലാ. ഇപ്പൊ സിനിമ ചെയ്ത ആൾക്കാരായാലും സീരിയൽ ചെയ്ത ആൾക്കാരായാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും യൂട്യൂബേഴ്സ് ആയാലും എല്ലാവരും ഈക്വലാ. അപ്പൊ അവിടെ ഈഗോ വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിച്ചതാ, ഞാൻ എന്തിനാ അവളെ വിളിക്കണേ, അങ്ങനെ ഈഗോ വെക്കാണ്ട് ഇപ്പം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എല്ലാവരും ഒരുമിച്ചാക്കി. പിന്നെ ആദ്യം നമ്മുടെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം അസോസിയേഷൻ അനൗൺസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു ആക്ച്വലി. പിന്നെ മറ്റേ അസോസിയേഷനൊക്കെ പോലും പൊട്ടിപ്പോവാൻ നോക്കുന്ന ഒരു സിറ്റുവേഷനിലാ ഈ ബിഗ് ബോസിന്റെ ഒരു അസോസിയേഷൻ വന്നാന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഒരു വാശിയായി, ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഈ അസോസിയേഷൻ നാളെ പോയി മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് അടിയുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ, ഇങ്ങനെയുള്ള കുറച്ച് ഒരു സന്തോഷങ്ങൾ ഉണ്ടാവുക. പിന്നെ കുറേ ടാലന്റ് ഉള്ള ആൾക്കാരല്ലേ, ഇപ്പൊ ഡാൻസ് കളിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്, പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായിരുന്നു ഫസ്റ്റ് എയിം. അത് അനൗൺസ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് വന്ന് നമുക്കൊരു വലിയ മെഗാ ഷോ വെക്കാം, ലാലേട്ടനെയൊക്കെ വിളിച്ചിട്ട് വലിയൊരു ഇവന്റ് ആയിട്ട്.
അത് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. ഒരു മാസത്തോളം ഞങ്ങൾ ഈ ഗ്രൂപ്പ് കോർ കമ്മിറ്റി മെമ്പേഴ്സ് വന്ന് മീറ്റ് ചെയ്യുന്നു. അത് അങ്ങനെ കുറച്ച് മാറ്റി വെച്ചു. പിന്നെ പെട്ടെന്നാണ് ഈ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നൊരു ഐഡിയയിൽ വന്നത്. പക്ഷെ അത് പിന്നെ പടപടപടെ എല്ലാം സെറ്റാക്കി ഇപ്പൊ ഇതും ഇന്നലെ രാത്രി വരെയും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചതേ ഇപ്പം എല്ലാവരും ആക്ച്വലി ഇങ്ങനെ ഇപ്പം എല്ലാവരും എൻജോയ് ചെയ്ത് നിൽക്കുന്നു. ഇന്നലെ രാത്രി വരെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് എല്ലാം കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ വരെ തൊട്ട് വന്ന ആൾക്കാർ ഇപ്പം സമയം തന്നെ വളരെ ലേറ്റ് ആയി, എന്നിട്ട് പോലും ആർക്കും ക്ഷീണം തോന്നുന്നില്ല, ഒന്നുമില്ല. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന ആൾക്കാർ വരെ ജസ്റ്റ് അവരെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ അവരെ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ അവരോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരെ സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ലൈക്ക് അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു സക്സസ് മൊമെന്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ ഇതൊരു തുടക്കമാണ്. ഇനി ഒരുപാട് ഇതേപോലെ അതും നമുക്കിപ്പം സൈനയെ പോലെ അല്ലെങ്കിൽ മൈജിയെ പോലെ വലിയ ബ്രാൻഡുകൾ നമ്മളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. സോ അപ്പം ഇതൊരു തുടക്കമായിട്ട് ഞങ്ങൾ കാണും. ഇനി വലിയൊരു ഇവന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വലിയ വലിയ ഇവന്റ്സുകൾ ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന ആ ഓളവും ശബ്ദമൊക്കെ അതിന്റെ ഒരു ആവേശമാണ് അല്ലേ. താങ്ക് യു സോ മച്ച്. എനിക്കും ഒരുപാട് സന്തോഷം. കാരണം നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് പ്ലാറ്റ്ഫോം കിട്ടിയാൽ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സോ എനിക്കും വരാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം.